രാജ്യത്തെ ഞെട്ടിച്ച് തമിഴ്നാട്ടിലെ നാമക്കലിൽ നടൻ വിജയ് നടത്തിയ റാലിയിൽ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട 36 പേർ മരിച്ചു. മരിച്ചവരിൽ 8 കുട്ടികളും 16 സ്ത്രീകളും ഉൾപ്പെടുന്നു. 50-ലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന. ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ അടിയന്തരമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ദുരന്തത്തിൽ അനുശോചിച്ചു. ദുരന്തം അഗാധമായ വേദനയുണ്ടാക്കിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മുഖ്യമന്ത്രി സ്റ്റാലിനുമായും തമിഴ്നാട് ഗവർണറുമായും അമിത്ഷാ ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരന്തത്തിന് പിന്നാലെ വിജയ് ചെന്നൈയിലേക്ക് തിരിച്ചു. വിജയ് ഒഴികെയുള്ള TVK നേതാക്കൾ ദുരന്ത സ്ഥലത്തേക്ക് എത്തും. മുഖ്യമന്ത്രി സ്റ്റാലിനും ഉടൻ കാരൂരിലെത്തും. രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയനും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഹൃദയഭേദകമെന്ന രജനീകാന്തും നെഞ്ച് തകരുന്നുവെന്ന് കമൽഹാസനും സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം ആമ്രകുഞ്ചവും സുജിത് ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായി മാറുന്നു കാരൂരിലേത്. വരുത്തിവെച്ച ദുരന്തം എന്ന് പറയേണ്ടി വരില്ലേ? പരിക്കേറ്റ ആളുകളുടെ നില എങ്ങനെയാണ്? അഞ്ജലി, അതായത് ഇപ്പോഴും ഔദ്യോഗികമായി 36 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അപകടത്തിലുള്ള നിരവധി പേരുടെ സാഹചര്യം എന്ന് പറയുന്നത്, അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. അതായത് 12ഓളം പേരുടെ നില ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ 50-ൽ കൂടുതൽ ആളുകളിലേക്ക് മരണസംഖ്യ എത്തുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും വിവിധ ജില്ലകളിലെ കളക്ടർമാരെ, സമീപ ജില്ലകളിലെ നാമക്കലടക്കമുള്ള സമീപ ജില്ലകളിലെ കളക്ടർമാരെ ഏകോപന ചുമതല നൽകിയിരിക്കുന്നു. കൂടുതൽ പോലീസും ഒപ്പം തന്നെ ആംബുലൻസും ഡോക്ടർമാരുടെ മറ്റ് ജില്ലകളിലെ സേവനമടക്കം ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തേക്ക് വന്നിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവിടെ എത്തും, സംഭവ സ്ഥലത്തെത്തും. ഇത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ഒപ്പം പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന്റെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ നിലവിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അവിടുത്തെ ഇത്രയും പേരെ ഉൾക്കൊള്ളിക്കാൻ 1,20,000 സ്ക്വയർ ഫീറ്റിൽ ഒരു സ്ഥലത്തേക്ക് പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് 60,000 50,000 ആളുകളെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ 4-5 ഇരട്ടി ആളുകൾ അവിടേക്ക് ആളുകൾ എത്തുന്നൊരു സാഹചര്യമുണ്ടായി. അത് വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കി. മറ്റൊന്ന്, ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒട്ടും പരിചയമില്ലാത്ത രീതിയിലേക്ക് ആളുകൾ, കുടുംബങ്ങളടക്കം ഗർഭിണികളും അല്ലെങ്കിൽ കുട്ടികളും സ്ത്രീകളും എല്ലാം വന്നു. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അതായത് 23 ഇന നിർദ്ദേശങ്ങൾ കഴിഞ്ഞ റാലിയിൽ നൽകിയിരുന്നു. ആ റാലിയിലെ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പോലീസ് പറയുന്നു. ഒപ്പം മദ്രാസ് ഹൈക്കോടതിയുടെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ കോടതി അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും DMKയും കോൺഗ്രസും CPIയും അടക്കം വിജയനെതിരെ നടപടിയെടുക്കുകയോ വിജയനെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കണം, സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. സുജിത് ചന്ദ്രനുണ്ട്. സുജിത് ചന്ദ്രൻ നേരത്തെ തമിഴ്നാട്ടിൽ റിപ്പോർട്ടറായി ജോലി ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ അറിയാവുന്ന ആളാണ്. ആ മേഖലകളെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. സുജിത്ത്, ഇതിൻ്റെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കരൂരിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, മറ്റൊന്ന് ഒരു രാഷ്ട്രീയ ശക്തി പ്രകടനം നടത്തേണ്ട സാഹചര്യം വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഏതൊക്കെ തരത്തിലേക്ക് ഈ സംഭവത്തെ, ഇതിൻ്റെ ഒരു ഡെവാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കാം? സനോജ, പ്രധാനമായിട്ടും ഈ ദുരന്തത്തിന് കാരണമായത് ഒന്ന് വിക്രവണ്ടിയിൽ കൂടിയ ആൾക്കൂട്ടവും അതിനുശേഷം മധുരയിൽ കൂടിയ ആൾക്കൂട്ടവുമാണെന്ന് വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. ഈ രണ്ട് സ്ഥലത്തും വിജയ് സംഘടിപ്പിച്ച ആ വലിയ പരിപാടികളുണ്ടല്ലോ, ആ വലിയ 2 പരിപാടികളിലും കൂടിയ ആൾക്കൂട്ടം ശരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് വിജയുടെ TVKയ്ക്ക് കൊടുത്ത കോൺഫിഡൻസ് ചെറുതല്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, AIDMK ആകെ ഉലഞ്ഞില്ലാതായി നിൽക്കുന്ന ഒരവസ്ഥ എവിടെയുണ്ട്. DMK ഭരണത്തിൽ കൂടുതൽ ആർജിച്ചു വരുന്ന ഒരു സമയം. അപ്പോൾ AIDMKയിലെ അസ്വസ്ഥരായിട്ടുള്ള യുവജനങ്ങളെ അടക്കം TVK ആകർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഫാൻ ബേസുള്ള താരം കൂടിയാണ്. അങ്ങനെ ആ ഒരു താരശരീരത്തിന് ആകർഷിക്കാൻ കഴിയുന്ന ആൾക്കൂട്ടമുണ്ട്. ഈ ആകർഷിക്കാൻ കഴിയുന്ന ആൾക്കൂട്ടത്തെക്കുറിച്ച് പ്രത്യേകിച്ച് DMKയ്ക്ക് വലിയ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് ഉദയനിധി സ്റ്റാലിനും വിജയും തമ്മിൽ വലിയ വാക്പോര് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള വാക്പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാക്പോരിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകളെ ഈ കരൂരിലേക്ക് എത്തിക്കാൻ TVK ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം അവിടെ തന്നെ DMKയുടെ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, ഇത് ആ സ്ഥലത്ത് മാത്രമല്ല, ഏതൊരു ജില്ലയിലാണെങ്കിലും ഏതൊരു മാവട്ടം പ്രദേശത്താണെങ്കിലും അവിടെ പരമാവധി ആളുകളെ
പിന്നെ DMK എത്തിക്കുക, അതിൽ 1 ലക്ഷം അല്ലെങ്കിൽ 10,000 പേരെ കൂടുതലെങ്കിലും TVK എത്തിക്കുക എന്ന തരത്തിൽ മത്സര ബുദ്ധിയോടെയാണ് ഇവരവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി തന്നെ ഇവരൊന്നും അല്ലെങ്കിൽ പോലും, അതിപ്പോൾ DMK ആണെങ്കിലും ADMK ആണെങ്കിലും അവിടെ TVK ആണെങ്കിലും അല്ലെങ്കിൽ VCK ആണെങ്കിലും പോട്ടെ, അവിടുത്തെ ചെറിയ കക്ഷികളായ CPM CPI ഒക്കെ ആണെങ്കിൽ പോലും അവർ മറീനയിലോ കോയമ്പത്തൂരിലോ ഒക്കെ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകളെത്തും. വലിയ പാർട്ടികളാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെത്തും. പരമാവധി കൂട്ടത്തെ എത്തിച്ച് ശക്തി തെളിയിക്കുക എന്നുള്ളത് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫാഷനാണ്, ശൈലിയാണ് നേരത്തെ മുതൽ തന്നെ. അതിപ്പോൾ അണ്ണാദുരൈയുടെ കാലം മുതലാണെങ്കിലും കലൈഞ്ചറുടെ കാലം മുതലാണെങ്കിലും ജയലളിതയുടെ കാലം മുതലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താണെന്നറിയോ? ഇപ്പോൾ സീനിയർ പത്രപ്രവർത്തകരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ജയലളിത അമ്മ അല്ലെങ്കിൽ കലൈഞ്ചർ ഇവരൊക്കെ വലിയ ലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോൾ ഒരു പരിപാടിക്ക് എത്തിച്ചാൽ പോകുന്നതിന് മുമ്പ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട തലൈവി അല്ലെങ്കിൽ ഈ ലീഡർ ചെന്നിട്ട് അനൗൺസ് ചെയ്യും, നിങ്ങളെല്ലാവരും തിരിച്ച് സുരക്ഷിതമായി കുടുംബങ്ങളിലെത്തണം, പോകുന്ന വഴിക്ക് സൂക്ഷിക്കണം, വോളണ്ടറിമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇങ്ങനെ ഈ വരുന്ന വലിയ ആളുകളെ, ഈ മക്കൾ എന്നാണ് അവർ പറയാറുള്ളൂ, ഈ അനുഭാവികളെ, അവരെ തിരിച്ച് വീട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെ ഈ ഒരു സംഘടനാപരമായിട്ടുള്ളൊരു ചുമതലയായിട്ട് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ ഏറ്റെടുക്കാറുണ്ട്. വിജയ്ക്ക് പറ്റിയ തെറ്റ്, ഇദ്ദേഹം ഒരു ഷോ ഓഫ് ഇങ്ങനെ കാണിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ താരപ്രഭയിൽ വീണ് ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യരവിടേക്ക് തടിച്ചുകൂടുകയാണ്. അവരുടെ സുരക്ഷ, അവരുടെ അറേഞ്ച്മെൻറ്റ്, അവരുടെ ക്രൗഡ് മാനേജ്മെൻറ്റ് പോലീസുമായിട്ടും ജില്ലാ ഭരണകൂടവുമായിട്ടും ചേർന്നിട്ടുള്ള ഇതിൻ്റെ താഴെത്തട്ടിലെ 2-മത്തെയോ 3-മത്തെയോ ഒക്കെ ലീഡർഷിപ്പ് പ്രവർത്തിക്കേണ്ട വലിയൊരു ജോലി അവിടെ ചെയ്തില്ല. അതിൻ്റെ ഫലം എന്താണ് ഉണ്ടായത്? പ്രശ്നമാണ് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു, തുറന്ന വേദി എന്ന നിർദ്ദേശം TVK സംഘാടകർ അംഗീകരിച്ചില്ല. സമീപത്ത് വലിയ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അത് സമ്മതിച്ചില്ല. ആളുകൾ നടന്ന് തളർന്നു. അത്രയും മണിക്കൂറുകൾ അവർ വെയിറ്റ് ചെയ്തു വിജയനെ കാണാൻ വേണ്ടി. കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായി അടക്കം പരിപാടിക്ക് എത്തിയെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ഹിന്ദു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു.